ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ കൊച്ചടുക്കളയിൽ ലോക്ക്ഡൗൺ ഡേയ്സ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ആരംഭമാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതായത് പൂരി ആൻഡ് പൊടിമാസ്. പൂരി, ഈസി പൂരി. ഇത് പൂരി എല്ലാം ഈസി തന്നെയാണ്, പക്ഷെ ഞാൻ ഇതിന് മുന്നേ ഒരു പൂരി മേക്കിംഗ് കാണിച്ചിട്ടുണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വെറൈറ്റി പൂരിയും അതിനോടൊപ്പം ഒരു പൊട്ടറ്റോ പൊടിമാസും ഫാസ്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അധികം സംസാരിച്ച സമയം കളയുന്നില്ല. അപ്പോൾ ഇത് 2 കപ്പ് ഗോതമ്പ് മാവ് ആട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മൾട്ടിഗ്രെയിൻ ആട്ടയിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ വെള്ളം ചൂടാക്കാൻ ഞാൻ വെച്ച് കഴിഞ്ഞു തിളയ്ക്കാനായിട്ട്. തിള വന്നു. ഇനി ഞാൻ തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴയ്ക്കാൻ പോകുന്നത്. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. തിളച്ച വെള്ളം. ഓക്കെ, തീ ഓഫ് ചെയ്യാം. അതുപോലെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ചു, പിന്നെ ഒരല്പം വെള്ളം കൂടി. 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഈ തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈ കൊണ്ട് നമുക്ക് ആദ്യത്തെ മിക്സിങ് പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, കുറച്ചൊന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്തു. ഇനി ഒരല്പം എണ്ണ, കുറച്ച് മതി, 1 ടേബിൾ സ്പൂണിനകത്ത് റിഫൈൻഡ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു 1 ടേബിൾ സ്പൂൺ. ചപ്പാത്തിക്കും പൂരിക്കും കുഴയ്ക്കുന്ന സെയിം മെത്തേഡ് കുഴച്ചെടുക്കും. സോഫ്റ്റ് മാവ് റെഡി. ഡോ. ഇത് നമുക്ക് ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ഓക്കെയാണ്. ഞാൻ ഈ ടൈപ്പ് പൂരി കാണിച്ചു തന്നിട്ടില്ലല്ലോ. സാധാരണ വെള്ളത്തിലല്ല എന്ന് കുഴച്ചത്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ആദ്യം തടിത്തവി, പിന്നെ അത് കഴിഞ്ഞിട്ട് അല്പം ഒന്ന് തണുപ്പും, അതായത് കുറച്ചൊന്ന് തണുത്തിട്ട്, ഒരുപാട് തണുക്കാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. ഓക്കെ, സോഫ്റ്റ്. ഇനി ഇതൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നു. നമുക്ക് പൊടിമാസ് ഉണ്ടാക്കാം. പൊടിമാസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൂരി പരത്തി പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചു. ആ പുഴുങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വലുതാണെങ്കിൽ 2 വലുത്, അല്ലെങ്കിൽ 3 ഇടത്തരം, ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം വരെ എടുക്കാം. അപ്പോൾ ഇതൊരു മിക്സ്ഡ് ബാച്ചാണ്, കുറേ ഉണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അപ്പോൾ വിത്ത് ജാക്കറ്റ്, തൊലിയോട് കൂടിയാണ് ഞാൻ പുഴുങ്ങാനിട്ടത്. പക്ഷേ തൊലിയോട് കൂടി നമ്മൾ പുഴുങ്ങുമ്പോൾ അത് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് 2ആയിട്ട് മുറിച്ചിടുക. ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പിളർന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ പെട്ടെന്ന് വേഗം. പിന്നെ അതൊരു കാര്യം. ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ അത്രയാണ് എടുത്തത്. അടുപ്പിച്ച് 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് എടുത്തു. അതിൻ്റെ തൊലിയൊക്കെ മാറ്റി ഇനി കൈ കൊണ്ടൊന്ന് ഉടയ്ക്കും. അപ്പോൾ കുറേ എല്ലാം ഉടയും. ചെറിയ പീസസായിട്ട് ഇങ്ങനെ 1-2 എണ്ണമൊക്കെ ഇങ്ങനെ കിടക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ടോട്ടലായിട്ട് പൊടിയാൻ പാടില്ല, എന്നാൽ കുറച്ച് പൊടിയും വേണം. കണ്ടല്ലോ, ഈ രീതിയിൽ പൊടിക്കാം. ഓൾമോസ്റ്റ് ഡൺ. ഇനി കുറച്ച് വെള്ളം, ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വയ്ക്കാം. ഓക്കെ, ഡ്രൈ ഔട്ട് ആകാണ്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഒരുപാട് വലിയ പീസസായിട്ട് കിടക്കണ്ട, ഇങ്ങനെ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊടിച്ചിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചു. അപ്പം നിങ്ങളുടെ അളവെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു വലുതും ഒരു 2-3 ചെറുതും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത്. അപ്പോൾ ഒന്നുകിൽ ഒരു 2 വലുത്, അല്ലെങ്കിൽ ഒരു 3 ഇടത്തരം, അങ്ങനെ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. അത് പെട്ടെന്നാകും. കുറച്ച് വെളിച്ചെണ്ണ താളിക്കുന്നു. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിങ് ഫാസ്റ്റായിട്ട് ചെയ്യാം. സവാള, നമുക്ക് വലിയ സവാളയാണെങ്കിൽ ഒരു 2 എണ്ണം, പിന്നെന്താ പറയുക, ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 4-5 ഒക്കെ ആകാം, മീഡിയം ആണെങ്കിൽ 3. ഇത് നമുക്കൊരു ഹാഫ് സ്ലൈസായിട്ട് തന്നെ മുറിക്കാം. സ്ലൈസസ് ഓർ ഹാഫ് സ്ലൈസസ്. അപ്പോൾ 2 വലിയ സവാള റെഡി. ഇനി കുറച്ച് ഇഞ്ചിയും പച്ചമുളക് ഒരു 4 എണ്ണം. കാര്യം എരിവനുസരിച്ചിട്ട് 3-4 എടുക്കുക. ഓക്കെ, നമുക്ക് എത്ര എരിവ് വേണം അതനുസരിച്ച്. ഇത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ്.
ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക, അല്ലെങ്കിൽ 2 ചേർത്ത്. ഇനി നമ്മുടെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് 2ആയിട്ട് പിളർന്നിടാം, അല്ലെങ്കിൽ ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് പൊടിമാസ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. അതായത് നമ്മൾ പൊടിമാസ് ഉണ്ടാക്കുന്ന അത്ര ടൈം മാത്രമേ ഉള്ളൂ. ഒരു ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെല്ലാം. ഇത് താളിച്ച് ചടപട ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഒരു 1.5 ടേബിൾ സ്പൂൺ. ഓക്കെ, ഏതാണ്ട് 1 ടീസ്പൂൺ അടുപ്പിച്ച് 1/2 മുതൽ 1/4 അല്ലെങ്കിൽ 1 ടീസ്പൂൺ, എത്രയാണെങ്കിലും കുഴപ്പമില്ല. കടുക് ഇട്ടിട്ട് തീ ഒരൽപ്പം ഒന്ന് കുറയ്ക്കട്ടെ. ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇനി എന്താണ്, ഇത് കളർ മാറാൻ തുടങ്ങുന്നു. ഇനി വറ്റൽമുളക് 2 3 വറ്റൽമുളകും, കറിവേപ്പില, ഓക്കെ. ഇനിയാണ് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇഞ്ചിയും പച്ചമുളക് കൊണ്ട് ചെറുതായി വാടി തുടങ്ങുമ്പോൾ സവാളയും കൂടി ചേർക്കാം. ആഹാ, ഇപ്പോഴേ നല്ല മണം, അതായത് ഇഞ്ചിയുടെ മണം, ഇഞ്ചി പച്ചമുളക്. പിന്നെ ചില ആൾക്കാർ ഗാർലിക്ക് ചേർക്കും, വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കാറില്ല. അതാണ് ഈ പൊടിമാസിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. ചെറുതായി നിറം മാറി തുടങ്ങി. ഇനി സവാളയും കൂടി ചേർക്കാം. സവാളയൊക്കെ വാടി തുടങ്ങി. പിന്നെ ഇത് ഓപ്ഷണലാണ്, എല്ലാവർക്കും ചിലപ്പോൾ വേണമെന്ന് തോന്നില്ല. പക്ഷേ നമ്മളിവിടെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു കഷ്ണം പട്ടയും കൂടി ചേർക്കും. അപ്പോൾ അതും കൂടി ചേർക്കാം, പട്ട. ഇപ്പോൾ ദേ നന്നായിട്ട് വാടി ചെറുതായി നിറം മാറാൻ തുടങ്ങുന്നു എന്നേ ഉള്ളൂ. ബ്രൗൺ ഒന്നും ആകേണ്ട ആവശ്യമില്ല. ഇത് കാണുന്നുണ്ടല്ലോ, ഡാർക്ക് ബ്രൗൺ ഒന്നും വേണ്ട, ഒന്ന് കളർ മാറുന്ന ഫസ്റ്റ് സ്റ്റേജ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ പട്ട നമ്മൾ ഇടയ്ക്ക് വെച്ച് ചേർത്തു. പട്ട ഓപ്ഷണലാണെന്ന് ഞാൻ പറഞ്ഞു. മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ആകാം. ഓക്കെ, ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ ആ വെള്ളമൊക്കെ ഒന്ന് ഫ്രൈ ആയി. പക്ഷേ ഒരല്പം വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ, പിന്നെ എല്ലാവർക്കും ഒരേ പാകമാണ് വേണ്ടത്. അതായത് ഈ കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് സെർവ് ചെയ്യുന്നത്. ഇനി ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാൻ പോണു. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസി. അങ്ങനെ പൂരി പൊടിമാസ്. പക്ഷെ ഇവിടെ നമ്മൾ ഇച്ചിരി കൂടെ ലൂസായിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന പോലെ. ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പൊടിമാസ് ഇസ് റെഡി, ആക്ച്വലി റെഡി. ഇനി കുറച്ച് മല്ലിയില ഇതുണ്ടെങ്കിൽ ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ഞാൻ എല്ലാത്തിലും മല്ലിയില ഇടും. അപ്പോൾ ഈ പൊടിമാസിൽ നമ്മൾ മല്ലിയില ഇടും. ഓക്കെ, ഇനിയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എത്ര ലൂസാക്കണം അതനുസരിച്ചിട്ട്. ഓക്കെ, ഒരുപാട് ലൂസ് ആക്കാറില്ല ആരും, ഒരു സെമി ഇങ്ങനെയാണ് എല്ലാവരും എടുക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റായിട്ട്. അപ്പോൾ ഇവിടുത്തെ പാകം ഇതാണ്. നമ്മുടെ പൊടിമാസ് റെഡി. ഇനി പൂരി മാത്രം ഉണ്ടാക്കിയാൽ മതി. സൈഡിലോട്ട് മാറ്റി. അപ്പോൾ നമ്മുടെ പൊടിമാസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാൻ പൂരി മേക്കിങ്ങിലേക്ക് കയറാൻ പോകും. പൂരിയുടെ മാവ് കുഴച്ച് വെച്ചിരുന്നല്ലോ. അതെ, പിന്നെ ഈ ഒരു ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്ന ഒരു രീതി ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് മാവിലല്ല കൂടുതൽ ഇഫക്റ്റീവ് മൈദ മാവിലാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ഗോതമ്പ് മാവില്ലാന്ന് വെക്കുക, ഒരു ദിവസം പൂരി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും
പൂരി ഉണ്ടാക്കാനാണെങ്കിലും മൈദാമാവ് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് തടുത്തവി കൊണ്ട് ഇളക്കി ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിഞ്ഞാലും ആ സോഫ്റ്റ്നെസ് ഉണ്ടാകും. അല്ലെങ്കിൽ പൂരി നമ്മൾ മൈദയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി കഴിക്കണം. അത് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റബ്ബർ മാതിരിയാകും, അതുണ്ടാവില്ല. അപ്പോൾ കൂടുതൽ ഇഫക്റ്റീവ് അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് കൂടുതൽ നല്ലത്. ഇത് പിന്നെ നമുക്ക് എങ്ങനെ ചെയ്താലും സാധാരണ വെള്ളത്തിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിന്ന് ചൂടുവെള്ളത്തിൽ ചെയ്തു എന്നേ ഉള്ളൂ. അതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു പക്ഷേ മൈദാമാവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഞാൻ പരത്താൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കും. ഇപ്പോൾ വറുത്ത് കോരുകയാണല്ലോ നമ്മൾ, അപ്പോൾ അതിനാവശ്യമുള്ള എണ്ണ ഒഴിക്കും. അപ്പോൾ എണ്ണ ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പൂരി മേക്കിങ്ങിൽ എപ്പോഴും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാകും, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അതൊരു കാര്യം. പിന്നെ നമുക്കിപ്പോൾ കംപ്ലീറ്റ് പൂരിയുടെയും മാവ് കുഴച്ച് ഉരുട്ടി വയ്ക്കാം. എന്നിട്ട് പരത്തി കഴിഞ്ഞിട്ട് ചുട്ട് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇച്ചിരി മാവിങ്ങനെ ഈ ഒരു പൂരിക്ക് മറ്റൊരു ഗുണം എന്താ വെച്ചാൽ സാധാരണയായിട്ട് ഇപ്പോൾ സാധാരണ തണുത്ത വെള്ളത്തിലൊക്കെ നമ്മൾ ഓർഡിനറി വെള്ളത്തിൽ കുഴയ്ക്കുന്ന മാവിനാണെങ്കിൽ നമ്മളിങ്ങനെ മാവിൽ മുക്കി ഇങ്ങനെ പരത്തുമ്പോൾ ചിലരെങ്കിലും പറയും ഈ പൊടി എണ്ണയിൽ വീണിട്ട് എണ്ണ കറക്കും കുറച്ച് കഴിയുമ്പോൾ എന്നാണ് പറയാറ്. അപ്പോൾ അതൊരു മൈനസായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ തടവി പൂരി ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇതിനത് പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര മാവിട്ട് പൊടി തട്ടിയാണ് നമ്മൾ ഇങ്ങനെ പരത്തുന്നതെങ്കിലും ഇതിനകത്തൊരു ഈർപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാവൊന്നും അതിലിങ്ങനെ ഒട്ടിയിരിക്കില്ല. എണ്ണ ഒട്ടും തന്നെ കേടാവില്ല, ഒട്ടും ബ്രൗൺ ആകാണ്ട് കിട്ടും. ഇതിന് എണ്ണ തൊട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ചുട്ട് തുടങ്ങാം. ഇതിലിനി എത്ര മാവ് തടവിയിട്ടാണ് നമ്മൾ പരത്തുന്നതെങ്കിലും പ്രശ്നമില്ല, മാവ് അതിനകത്ത് ഉണ്ടാവില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ നല്ല എന്താ പറയുക അതിനകത്തേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് എണ്ണ ചീത്തയാവില്ല. എണ്ണ നല്ല ചൂടായി. അത് വളരെ പ്രധാനമാണ്, എണ്ണയുടെ ടെമ്പറേച്ചർ. ഇങ്ങനെ നല്ല പഫപ്പ് ചെയ്ത് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനൊരു മെത്തേഡും കൂടിയുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പുള്ളി വരും. എന്നിട്ടിങ്ങനെ എണ്ണ കോരി വയ്ക്കും. ഞാൻ എന്തായാലും മാവെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടാക്കുന്നത് ചൂടായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ തൽക്കാലം ഞാൻ തീ ഓഫ് ചെയ്തിട്ടു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കിയത്. ഒരു 3-4 ചുടുന്നത് കാണിച്ചത്. കഴിക്കാൻ പോണു. ഇങ്ങനെ നിറച്ചെടുക്കുക പൊടിമാസും പൂരി. സോ നൈസ്. യാ, ആഹാ, സോഫ്റ്റ് പൂരി, പുറമെ അത്യാവശ്യം കരിവേപ്പിണ്ട്. വെരി നൈസ്. ഒരു പൂരി തീരുന്നൊന്നും അറിയില്ല, അത്ര ഫാസ്റ്റായിട്ട് കഴിയും. പിന്നെ തിക്കായിട്ട് പരത്തണമെന്ന് പറയുമ്പോൾ ഒരുപാട് തിക്കല്ല കേട്ടോ, കുറച്ച് ഒരുപാട് പേപ്പർ പപ്പടത്തിൻ്റെ ഘനമല്ല, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ വേണം. പേപ്പർ തിന്നാക്കരുത്.
സാധാരണയായിട്ട് നമ്മൾ കേറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ടാകും. അതിലിപ്പോൾ പൂരി ബട്ടൂരയൊക്കെ പറയുകയാണെങ്കിൽ ചൂടായിട്ട് അവിടെ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാര്യം ബട്ടൂര, പൂരി മുതലായ കാര്യങ്ങൾ ഹോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണ്. ചപ്പാത്തി പോലെയല്ല. ചപ്പാത്തി നമുക്കൊന്നുമില്ല കാസറോളിലെങ്കിലും വയ്ക്കാം, അങ്ങനെയാണ്. സോ അപ്പം ഞാൻ ഏതാണ്ട് കഴിച്ചു കഴിഞ്ഞു. കഴിച്ചു കഴിഞ്ഞില്ല, ഇനിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി. ഇനി ജസ്റ്റ് കുറച്ച് പൂരി ചൂടായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാം. നിങ്ങളിൽ പല ആൾക്കാരും പൊടിമാസൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഐറ്റം ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ ചൂടുവെള്ളമാണെന്ന് യാതൊരു നിർബന്ധമില്ല. സാധാരണ വെള്ളത്തിൽ കുഴച്ച് പൂരി ഉണ്ടാക്കിയാലും മതി. ഞാൻ ഒരു പ്രാവശ്യം അത് കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിത് സെക്കൻഡ് മെത്തേഡ് കാണിച്ചത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു കംഫർട്ട് ഫുഡാണ്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ചൂടായിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് സന്തോഷമല്ലേ, എന്നാൽ എളുപ്പമാവുകയും ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര നേരം നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിന്. ഇത് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. പിന്നെന്താ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ വീഡിയോയുടെ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ LN വ്ളോഗ്സിലേക്ക് വരുന്നതെങ്കിൽ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.